എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. I truly welcome all of you for joining for this time of Bible study. ദൈവവചനം പഠിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന വാഞ്ചയെയും ആഗ്രഹത്തെയും ഒക്കെ ഓർത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് അത് വലിയ വിടുതലായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും കർത്താവിൽ ഇന്ന് ഈ സമയക്കാലം സമർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ആശ്വാസമായി തീരട്ടെ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്ന് കഴിയുമ്പോൾ അവൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണം, ഓരോ വിഷയങ്ങളെയും അവൻ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാകണം, അവനിലുള്ള വിശ്വാസം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഈ വിഷയമാണ് യാക്കോബ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മൾ പ്രാരംഭമായി പല വാക്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റ്, ആ രീതിയിലുള്ള പരീക്ഷകൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കണം റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 19-20 വാക്യങ്ങളാണ്. അതിൻ്റെ 1-ാം അധ്യായം 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും. നിങ്ങൾ ദൈവവചനം നിങ്ങളുടെ കാര്യങ്ങളിലുണ്ടെങ്കിൽ അത് എടുത്ത് തുറന്ന് നോക്കിയാൽ വളരെ അനുഗ്രഹമായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ വിടുതലായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് ഏത് വിധത്തിലാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിന് അത് ഏറ്റവും വലിയ വിടുതലായി തീരും. ഇത് വലിയ ഒരു ബ്രേക്ക് ത്രൂവിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, പ്രിയ സഹോദരന്മാരെ, അതിനകത്ത് സഹോദരിമാരെയും ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടെ ചേർത്തുള്ള കാര്യമാണ്. പ്രിയ സഹോദരന്മാരെ, നിങ്ങളതറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ ആ വിഷയങ്ങളെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അത് നമ്മൾ അതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ പഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻസ് കടന്നു വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, പിന്നീടുള്ള കാര്യങ്ങൾ അത് പഠിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ കോപം അധികമായി വരുന്ന ഒരവസ്ഥയുണ്ട്. 19-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞേക്കാണ്, നിങ്ങൾ അറിയുന്നുവല്ലോ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. എന്നിട്ട് 20-ാമത്തെ വാക്യം പറയാണ്, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ? കുടുംബജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മളെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ജോലിയിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മളെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? സഭയിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മളെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മുടെ അണ്ടറിലുള്ള അല്ലെങ്കിൽ നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് മാനുഷികമായിട്ടുള്ള ഈ ഒരു വികാരത്തിൻ്റെ, അല്ലെങ്കിൽ കോപം എന്ന് പറയുന്നത് വികാരങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണോ നമുക്ക് ചിരി വരുന്നത്, അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നത്, അതൊരു വികാരമാണ്. വേദന വരുമ്പോൾ നമ്മൾ കരയുന്നത്, അതൊരു വികാരമാണ്. അതുപോലെ തന്നെ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പം നമ്മൾ ദേഷ്യപ്പെടുന്നു. ദൈവം വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ദേഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനുള്ള ഒരു വികാരമാണത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും പറയുന്നുണ്ട്, നമ്മൾ കോപിച്ചാൽ പാപം ചെയ്യരുത് എന്നുള്ളൊരു വസ്തുത നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഫൈൻ ലൈൻ? എവിടെയാണ് നമ്മൾ കോപം വേറൊരു രീതിയിലേക്കായിത്തീരുന്നത്? ചില ആളുകളുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ നടുവിൽ പെട്ടെന്നൊന്ന് കോപിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. എന്നാൽ ചില ആളുകൾ നിരന്തരം ഹൃദയത്തിനകത്ത് അജിറ്റേറ്റഡായി ആയിരിക്കുന്ന ആളുകളുണ്ട്. ഏത് കാര്യത്തോടും അവർക്കൊരു ദേഷ്യമാണ്.
ആരോട് വർത്തമാനം പറഞ്ഞാലും അവർ കയർത്താ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങൾ അടുത്ത് വരുമ്പം അവർക്ക് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ജോലി വളരെ ടഫനായി കഴിയുമ്പം അവർക്ക് ദേഷ്യമാണ്, ഭർത്താവിനോട് ദേഷ്യമാണ്, ഭാര്യയോട് ദേഷ്യമാണ്, ജോലി സ്ഥലത്ത് ദേഷ്യമാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിന് പറ്റിയ ഒരു കാര്യമല്ല. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ വായിക്കുന്ന ഗെറ്റ് റിഡ് ഓഫ് ഓൾ ബിറ്റർനെസ്, റേജ് ആൻഡ് ആങ്കർ. എന്നിട്ട് 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ബി കൈൻഡ് ആൻഡ് കമ്പാഷനറ്റ് ടു വൺ അനദർ, forgiving each other just as in Christ God forgave you. അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്വഭാവം വിട്ടുകളയണമെന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മൾ വിട്ടുകളയേണ്ട കാര്യത്തിൽപ്പെട്ട ഒരെണ്ണമാണ് കോപം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇവിടെ തന്നെ വായിച്ചൊരു കാര്യം, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ. ചില പ്രിൻസിപ്പിൾസ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നുണ്ട്, എങ്ങനെ കോപത്തെ ഹാൻഡിൽ ചെയ്യാം, ഏത് രീതിയിലാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറയാം. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കോപത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ദയവായി നിങ്ങൾ മലയാളത്തിൽ നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് അത് വായിച്ച് നിങ്ങൾ കേൾക്കണമേ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 8. ഇങ്ങനെ അവിടെ വായിക്കുന്നത്, but now you must also rid yourself of all such things as these: anger, rage, malice, slander and filthy language from your lips. അവിടെയും കോപം എന്ന് പറയുന്നുണ്ട്, ക്രോധം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിനകത്ത്. നമ്മൾ കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിനകത്ത് പറയുക, you have heard that it is said to people long ago, you shall not murder, and anyone who murders will be subject to judgment. But I tell you that anyone who is angry with your brother or sister will be subject to judgment. അപ്പോൾ കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കൊല ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പറയുകയാണ്, നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് അടുത്ത ഇച്ചിരി കട്ടി കൂട്ടി പറയുക, again anyone who says to a brother or sister raka, that means a fool or an idiot, ഇതതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഹീസ് ഇൻ ഡേഞ്ചർ ഓഫ് ദ ഫയർ ഓഫ് ഹെൽ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത വരും, അപ്പോൾ ഒരിക്കലും നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റത്തില്ലേ? ഒരു കാരണവശാലും ദേഷ്യപ്പെടാൻ പാടില്ല, അല്ല, അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ വെൻ യു കണ്ടിന്യൂ ഇൻ ആങ്കർ, ഈ ദേഷ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഏത് കാര്യവും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ ഒക്കത്തുള്ളൂ, എനിക്ക് എന്തെങ്കിലും രീതിയിൽ ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള ഒരു സ്വഭാവമാണ് നമ്മളുടേതെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന് 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യമാണ് കോപം, ക്രോധം, ഈർഷ്യ മുതലായ കാര്യങ്ങൾ. അപ്പം എന്നിട്ട് അവസാനം അപ്പോസ്തലനായ പൗലോസ് 21-ാം വാക്യത്തിൽ പറയുക, ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ നിങ്ങളോട് പിന്നെയും പറയുന്നു, ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാരും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്, ആളുകൾ കോപം മൂത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അവരാരും ഈ പറഞ്ഞ കർത്താവിൻ്റെ വാക്കോ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന കാര്യമോ അവർ ഹൃദയത്തിൽ തിങ്ക് ചെയ്യുന്നത് പോലുമില്ല. പിശാച് അവരെ അത്രത്തോളം കബളിപ്പിച്ച് കളഞ്ഞു. അപ്പം ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഈ ഒരു രീതിയിലാകത്തില്ല, കാരണം അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ജഡത്തിൽ ജീവിക്കുന്ന ഒരാളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും, അല്ലെങ്കിൽ ഏത് കാര്യം പറഞ്ഞാലും അവർക്കൊരു സാവകാശമില്ല, അവർക്ക് സൗമ്യതയില്ല, അവരുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള കൺട്രോളില്ല, ജയമില്ല. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവന് കാണുന്നില്ല. അവന് കാണുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല, അതുകൊണ്ട് നമുക്ക് ദോഷമാണ് ഉണ്ടാകുന്നത്.
ഒന്നാമത്തെ കാര്യം, പൗലോസ് അപ്പോസ്തലൻ പറയുക, അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, ജഡത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഉറപ്പിച്ച് ഒന്നുകൂടെ ഒരു വാണിംഗ് കൊടുക്കുക. കർത്താവ് പറയുക, അങ്ങനെയുള്ള ആളുകൾ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. കാരണം അവരെ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ആങ്കറാണ്, അവരെ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ദേഷ്യമാണ്. നമ്മൾ പലപ്പോഴും വിശ്വാസികളാകുമ്പം നമ്മൾ എഴുതി വച്ചിരിക്കുന്ന പാപത്തിൻ്റെ കുറേ ലിസ്റ്റുകളുണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ വരുന്നില്ലെങ്കിൽ, അത് നമ്മൾ എഴുതി വെച്ചേക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ തന്നെ ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ വേണ്ടാത്ത രീതിയിൽ മദ്യപിച്ച് നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആകാത്തതൊന്നും ധരിക്കുന്നില്ലെങ്കിൽ, ആകാത്തതൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ഓക്കെയാണ് എന്ന് പലപ്പോഴും ആളുകൾ തിങ്ക് ചെയ്യാറുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു ചിന്തയാണ്. കാരണം ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഇവിടെ പറയുന്നോടനെ നമ്മളവിടെ വായിച്ചാൽ ദി ആക്ട്സ് ഓഫ് ദ ഫ്ലഷ് ആർ ഓബ്വിയസ്: സെക്ഷൽ ഇമ്മോറാലിറ്റി, ഇംപ്യൂരിറ്റി, ഡിബാക്കറി, ഐഡോലട്രി, വിച്ച് ക്രാഫ്റ്റ്, ഹേറ്റ്രഡ്, പകയുണ്ട്, പിണക്കമുണ്ട്, ഡിവിഷൻസ് ഉണ്ട്, നമ്മുടെ കോപമുണ്ട്, ക്രോധമുണ്ട്. അപ്പം ഇതെല്ലാം ഇതിനകത്ത് പെടുന്നൊരു കാര്യം. ഇതൊക്കെ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നു. സംഹൗ വി ഇഗ്നോർ ഓൾ ദീസ് തിങ്സ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുന്നവരെ അത് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തും. അതില്ലാത്ത ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ക്രൈസ്റ്റ്ലെസ് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രൈസ്റ്റ്ലെസ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു അവിടെ ഇല്ല, അതിനകത്ത് ക്രിസ്തുവിന് യാതൊരു പാർട്ടുമില്ല. അവിടെ ഭരിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, നമ്മുടെ ജഡമോ ഇത് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് പറയുക, അത് ന്യായാസനത്തിൻ്റെ മുൻപാകെ അങ്ങനെ ആകുന്നവർ നിൽക്കേണ്ടി വരും. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ഇനി ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞേക്കാം, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ദേഷ്യപ്പെടുകയാണെങ്കിൽ, അത് ചിലപ്പോൾ ഒരാളോടാകണമെന്നില്ല. ചില സമയത്ത് ദൈവത്തോടുള്ള ദേഷ്യമുണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ലെന്ന് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രൊലോങ്ഡ് വെയിറ്റിംഗ് ആകുമ്പോൾ, ഒത്തിരി നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. നമ്മളങ്ങ് വളരെ അഗ്രിവേറ്റഡ് ആകുന്നു. നമ്മളുടെ അഗ്രഷൻ പല രീതിയിൽ പുറത്തു വരുന്നു. ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടാകണമെന്നില്ല. ചില ആളുകൾ ദേഷ്യം വരുന്നവരെ അവർ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് എടുത്ത് എറിയുകയും അല്ലെങ്കിൽ തല്ലി പൊട്ടിക്കുകയും അല്ലെങ്കിൽ അവരുടെ ദേഷ്യം, അവരുടെ ഫ്രസ്ട്രേഷൻ മറ്റു രീതിയിലൊക്കെ കാണിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ പോകുന്നില്ല. ഈ വിശ്വാസം അവരുടെ ഹൃദയത്തിനകത്ത് വലുതായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് വളർന്നിട്ടില്ല. അത് മാത്രമല്ല, അതിൻ്റെ ദോഷം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടാതെ പോകുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കേണ്ട ദൈവത്തിൻ്റെ നീതി, ദൈവം എനിക്ക് പക്ഷേ ഒരു വിടുതലായിട്ടായിരിക്കാം, ഒരുപക്ഷെ രോഗസൗഖ്യമായിരിക്കാം, ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്നെ ദൈവം വേറെ ഏതെങ്കിലും ഒരു നിലവാരത്തിൽ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തും എൻ്റെ കോപ സ്വഭാവം കൊണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുക, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ കോപം എന്ന് പറയുന്നത് നമ്മളിലുണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷേ നമ്മുടെ വികാരങ്ങളുടെ മേലുള്ള കൺട്രോൾ, ഇതൊരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വരുന്നു. എല്ലാ വികാരങ്ങളുടെയും മേലുള്ള കൺട്രോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വരുന്നു. എന്തിൻ്റെ ശക്തിയാൽ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിച്ചതുകൊണ്ട്. അപ്പം ഇതൊന്നും വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജഡത്തിൻ്റെ ഇച്ഛയ്ക്കും ജഡത്തിൻ്റെ ആഗ്രഹത്തിനും അനുസരിച്ച് പോകുന്ന ഒരു ജഡീകനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുവാണെങ്കിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. വി വിൽ ഡിസ്കസ് ഓൾ ദീസ് തിങ്സ് അറ്റ് ദി എൻഡ്. ഓക്കെ, സോ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ പെട്ടെന്ന് ദേഷ്യം അവർക്കുണ്ടാകുന്നതിൻ്റെ കാരണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം
ദേഷ്യമുണ്ടാകാൻ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ട്രോമ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ട്രോമ ഉണ്ടായിട്ടുണ്ട്. മേ ബി അവർ വളർന്നു വന്ന സമയത്ത് അവരെ ഒത്തിരി നെഗ്ലക്റ്റ് ചെയ്തു. പേരൻസ് അത്ര വലിയ കെയർ അവർക്ക് കൊടുത്തില്ല. മേ ബി അവർ അബ്യൂസ് ചെയ്യപ്പെട്ടു. അങ്ങനൊരു സംഭവം ഉണ്ടാകാം. പല ആളുകളും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, ആണുങ്ങളായിക്കോട്ടെ പെൺകുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, സംടൈംസ് ദേ ഹാവ് ടു ഗോ ത്രൂ അബ്യൂസ് ഓർ സംടൈംസ് ദേ മൈറ്റ് ഹാവ് ഗോൺ ത്രൂ അബ്യൂസ്. അത് അവരെ വളരെ ആ ദേഷ്യത്തിലേക്ക് അവരെ എത്തിക്കുന്നു. Maybe it is anyway, maybe it is a sexual abuse, maybe it is a verbal abuse, maybe it is some physical assault, whatever may be, that trauma is still there. It is not dealt with. അങ്ങനെയുള്ള ട്രോമ അത് അവർ ഡീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏത് വിഷയത്തിൻ്റെ നടുവിലും വരുമ്പോൾ അവർക്ക് വളരെ ദേഷ്യമുണ്ടാകുന്നു. ഇത് ഒത്തിരി ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് അവരിൽ ഇമോഷണലായിട്ടുള്ള മുറിവുകൾ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള മുറിവുകൾ ഒത്തിരി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഉണങ്ങാത്ത മുറിവുണ്ട് ഒത്തിരി. ആ മുറിവും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അത് അവസാനം അതൊരു ഇൻറ്റൻസ് ആങ്കറായിട്ട് അല്ലെങ്കിൽ വലിയ ദേഷ്യമായിട്ട് മാറുന്നു. ഏത് കാര്യം പറഞ്ഞാലും അവരടുക്കത്തില്ല. വളരെ പരുക്കൻ സ്വഭാവമാണ്. അവർ ആരോടും ഇണങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. ആരെയും അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആരെയും യഥാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുമ്പം ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരുമായിരിക്കും. ഞാനൊന്നും ചെയ്തതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ദേഷ്യത്തിന് ഉത്തരവാദിയാകും? വെൽ, നിങ്ങളൊന്നും ചെയ്തതല്ല. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അത് പാപ സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ ജഡീകന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ, അവർ നിങ്ങളെ ആ സിറ്റുവേഷനിലൂടെ പോകുവാൻ കാരണമായി തീർന്നു. നിങ്ങളുടെ കുഴപ്പമല്ലത്. പക്ഷേ ആ കുഴപ്പത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി കർത്താവ് വച്ചിരിക്കുന്ന മാർഗമുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, നമുക്ക് പൂർണ്ണമായിട്ടും അബ്യൂസ് ചെയ്തവരോട് ക്ഷമിക്കാൻ പറ്റും. അയാൾ തീരുമാനിച്ചതുപോലെ, അയാൾ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ദോഷത്തിനനുസരിച്ചല്ല എൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്നത്. അയാൾ എന്നോട് ചെയ്ത ദോഷമല്ല എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. അയാൾ എന്നോട് കാണിച്ച ദ്രോഹമല്ല ഞാൻ ആരായി തീരണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവ് തീരുമാനിക്കുന്ന വണ്ണമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഹിതത്തിന് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, എന്നിലുണ്ടായ ആ വിഷമം, എന്നിലുണ്ടായ മുറിവ് അങ്ങ് മാറ്റണമേ എന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് ബോധപൂർവമായിട്ടുള്ള, അങ്ങനെ അല്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കും. അതല്ല മറിച്ചൊരാൾ അതേ രീതിയിൽ പോവുകയാണെന്നിരുന്നോട്ടെ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, പലർ കഥകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പം ഇൻറ്റൻസ് അബ്യൂസിനകത്തൂടെ പോയിട്ടുള്ള ആളുകൾ അവരുടെ ടെസ്റ്റിമോണീസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാത്ത ടെസ്റ്റിമോണീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സഹിക്കാത്ത ഇൻറ്റൻസ് ആയിട്ടുള്ള വളരെ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അതിൽ ഒരു വിഭാഗം ആളുകൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതൊന്നുമല്ല എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. അവരെ വേദനിപ്പിച്ചു, അവരെ സങ്കടപ്പെടുത്തി, വലിയ മുറിവുകളുണ്ടാക്കി. പക്ഷേ അതെല്ലാം വിട്ടുകളഞ്ഞേച്ച്, ഞാൻ അങ്ങനെയല്ല ആയിത്തീരേണ്ടത്, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ അതിനെ അതിജീവിക്കും എന്ന് പറഞ്ഞ് നല്ലവണ്ണം അതിജീവിക്കുന്ന ആളുകളുണ്ട്. അത് ദൈവമക്കളാകണമെന്നൊന്നുമില്ല. ദൈവമക്കളല്ലാത്തവരും അങ്ങനെ അബ്യൂസ് അതിനെ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകളുണ്ട്, അതിലെന്നും മനം നൊന്ത്, എന്നും വിഷമിച്ച്, എന്നും ഡിപ്രസ്ഡ് ആയിരിക്കുന്നവർ കാണാം. പിന്നെയും അവരുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ പുറകെ ഒന്നായി അബ്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും. ഞാനീ പറയുന്നത്, അപ്പം ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല
എൻ്റെ ഉത്തരവാദിത്തമല്ല എൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാരണം മാത്രമേ പറഞ്ഞുള്ളൂ. വേറൊരെണ്ണം ലേൺഡ് ബിഹേവിയർ. അത് നമ്മൾ പഠിച്ചെടുക്കുന്ന, നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടിനകത്ത് നമ്മൾ കണ്ടുവരുന്ന, അപ്പനോ അമ്മയോ എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ദേഷ്യത്തോട് ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും അത് കണ്ട് അത് മോഡൽ ചെയ്യും. ഇത് തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ രീതികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അവരെ ദേഷ്യമുള്ളവരാക്കി തീർക്കാൻ സാധിക്കും. അവരുടെ ഭാവി അപ്രകാരം നിങ്ങൾക്ക് നശിപ്പിക്കുവാൻ സാധിക്കും. അവർ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് എത്താതെ വണ്ണം അവരെ മാറ്റുവാൻ നിങ്ങളുടെ പാപ സ്വഭാവം കാരണമായി തീരും. അവർക്ക് തോന്നും നിങ്ങളവരെ അബ്യൂസ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു ദൈവ പൈതൽ ജീവിക്കുന്ന രീതിയിൽ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും അതുപോലെ തന്നെ കരുതലും അതുപോലെ തന്നെ ക്ഷമയും ഒക്കെ കാട്ടുന്നവരായി നിങ്ങൾ ഓരോരുത്തരും തീരണം. കാരണം നമ്മുടെ ഈ കോപ സ്വഭാവം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ദൈവനീതി ആ പൈതലിനെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ളതായിരിക്കാം. പക്ഷെ നിങ്ങൾ അകാരണമായി ദേഷ്യപ്പെടുന്നു. ഒരു ഗ്രേഡ് കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വല്ലാതെ ദേഷ്യപ്പെടുന്നു. അതിന് പഠിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ വല്ലാതെ ദേഷ്യപ്പെടുന്നു. നിങ്ങൾ അബ്യൂസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലാണെങ്കിലും എപ്പോഴും ഒരു സ്പാറിങ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫൈറ്റിംഗ് നേച്ചറാണ്. Let me tell you, you need to calm down. You need to come back to normal because God wants to bless you. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ ലേൺഡ് ബിഹേവിയർ ഇങ്ങനെ ഒരു കാരണമായി തീരും. ഇനി അടുത്തൊരു കാര്യമുണ്ട്, കണ്ടിന്യൂവൽ പ്രൊവൊക്കേഷൻ. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യുക എപ്പോഴും. നമ്മൾ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ചില കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം നമ്മൾ അതിനെ വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ വടി ഉപയോഗിക്കാത്ത അപ്പൻ മകനെ പകയ്ക്കുന്നു. അതുകൊണ്ട് കണ്ടതിനും കേട്ടതിനും എല്ലാം എടുത്തിട്ട് അടിക്കുന്ന അപ്പന്മാരുണ്ട്, അല്ലെങ്കിൽ അമ്മമാരുണ്ട് ശിക്ഷിക്കുന്ന. പക്ഷേ കൊലോസ് ലേഖനത്തിനകത്ത് വരുമ്പോൾ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയുന്ന, ഫാദേഴ്സ് ഡു നോട്ട് എംബിറ്റർ യുവർ ചിൽഡ്രൻ ഓർ ദേ വിൽ ബിക്കം ഡിസ്കറേജ്ഡ്. അവർ നിരാശപ്പെട്ടു പോകും. അതുകൊണ്ട് പിതാക്കന്മാരെ, നിങ്ങൾ അവരെ പ്രകോപിപ്പിക്കരുത്, കോപത്തിന് വേണ്ടി പ്രകോപിപ്പിക്കരുത് എന്നാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കണം, അത് പക്ഷെ മെഷേർഡായിട്ടുള്ള അടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യം ചെയ്താലും അതിനൊരു കോൺസിക്വൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതെങ്ങനെ പഠിപ്പിക്കുന്നത്? അവരോട് പറയുക, നീ ചെയ്തത് തെറ്റാണോ? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? ഈ രീതിയിൽ ചെയ്തതുകൊണ്ട് എന്താണ് ദോഷമുണ്ടായത്? അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അവരോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ തിങ്ക് ചെയ്യിപ്പിക്കുക. അതിനുശേഷം നീ തെറ്റ് ചെയ്തത് കൊണ്ട് നീ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എപ്പോൾ തെറ്റ് ചെയ്താലും അതിന് കോൺസിക്വൻസ് ഉണ്ട്. അതിൻ്റെ സൂചകമായിട്ട് ഞാൻ നിന്നെ പണിഷ് ചെയ്യാണ് എന്ന് പറഞ്ഞ് ആ പറഞ്ഞ പ്രകാരം പണിഷ് ചെയ്യുക. ദാറ്റ്സ് എ റൈറ്റ് വേ ടു ഗിവ് അടി. അടി കൊടുക്കേണ്ട മാർഗം അതാണ്, നേരായിട്ടുള്ള രീതി അതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെ നമ്മൾ വല്ലാത്ത രീതിയിൽ പ്രകോപിതരായി അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു നേച്ചറുണ്ട്. ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു, എൻ്റെ സഹോദരന് ഇഷ്ടംപോലെ നായ്ക്കളുണ്ടായിരുന്നു. അതിനെയൊക്കെ വളർത്തുകയും അതിനെയൊക്കെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഒത്തിരി നായ്ക്കുട്ടികൾ ഒരേ സമയത്ത് ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് അവിടെ വളർത്തുമ്പം നമ്മുടെ ഈ രാജ്യങ്ങളിലൊക്കെ വളർത്തുന്ന വെസ്റ്റേൺ കൺട്രീസിൽ വളർത്തുന്ന പോലുള്ള ആ രീതിയിലല്ല അവിടെ വളർത്തുന്നത്. കാരണം അവിടെ വളർത്തുന്നത് അതിനെ ഒരു പ്രൊട്ടക്ഷൻ ഡോഗായി കാണേണ്ടതിന് വേണ്ടിയാണ്. അതിന് ശൗര്യമുള്ളതാക്കി തീർക്കണം, അതിന് ദേഷ്യമുള്ളതാക്കി തീർക്കണം. എന്താ അതിന് ചെയ്യുന്നത്? അത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിനൊരു ബോൾ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതേ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും. അത് പെതുക്കെ ഗ്രൗൾ ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ മറിച്ച് ഗ്രൗൾ ചെയ്യും. അതിൻ്റെ വാലെ പിടിച്ച് വലിക്കുക, അതിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക.
അതിൻ്റെ മുന്നിൽ ഫുഡ് വെച്ച ശേഷം അത് കഴിക്കാൻ വരുമ്പം നമ്മൾ അതിൻ്റെ പ്ലേറ്റ് മാറ്റുക. ഇനി ഇച്ചിരിയുടെ ബ്രീഡിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ അതിന് ചെവി മുറിച്ച് കളയും, ചിലപ്പോൾ അതിൻ്റെ വാല് മുറിച്ച് കളയും. എന്താ നമ്മൾ ഈ ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുമ്പം ആ നായ അല്ലെങ്കിൽ ആ പട്ടി വളരെ പ്രകോപിതനായിത്തീരുന്നു, അതിൻ്റെ മുഴുവൻ ദേഷ്യമായിത്തീരുന്നു. എന്നിട്ട് അതെന്നാ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കാരണവശാൽ അതിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം സംഭവിച്ചാൽ അതോട് ഉടനെ ദേഷ്യപ്പെടും. അതിൻ്റെ നെക്സ്റ്റ് റിഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചാൽ കടിക്കുവാനുള്ള, ഉപദ്രവിക്കുവാനുള്ള ആ ഒരു റിഫ്ലക്സ് അതിനുണ്ടാകുന്നത്. ഇങ്ങനല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിലും ചെയ്യുന്നത്? നമ്മൾ ക്രിസ്തുവേശു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പം സർവ്വസമാധാനത്തിൻ്റെയും ദൈവമാണ് നമ്മുടെ കർത്താവ്. സർവ്വസമാധാനത്തിൻ്റെയും ഉറവിടമായ യേശു ക്രിസ്തു. അങ്ങനെ ഉറവിടമായിട്ടുള്ള, സമാധാനത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പം എങ്ങനെയാണ് ഇങ്ങനെ അസമാധാനം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്? നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം പകരം നമുക്ക് ഉണ്ടാകുന്നത് കോപവും ക്രോധവും ഒക്കെ ആണെങ്കിൽ there is something wrong with our faith. നമ്മുടെ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ട്. നമ്മളത് ശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം അൺറിസോൾവ്ഡ് ട്രോമ, ലേൺഡ് ബിഹേവിയർ, കണ്ടിന്യൂവൽ പ്രൊവൊക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദേഷ്യത്തിന് കാരണമായി തീരാം. ഇനി മറ്റു കാരണങ്ങളൊക്കെ പലതുമുണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, ഇച്ഛിച്ചു, അതൊന്നും അതിൻ്റെ അനുസരിച്ച് നടക്കുന്നില്ല. അന്നേരം നമുക്ക് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ദേഷ്യങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷെ നമ്മൾ ചോദിക്കണം ലൈറ്റ്ലി, വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ? നമ്മൾ എന്താണ്? സംടൈംസ് സം പീപ്പിൾ വുഡ് മേക്ക് അൺഅറ്റൈനബിൾ എക്സ്പെക്റ്റേഷൻസ്. എന്നിട്ട് അവരെ തന്നെ ടോർച്ചർ ചെയ്യും. അവർക്ക് ചെയ്യുവാൻ പറ്റാത്ത, അവർക്ക് എത്തിപ്പിടിക്കുവാൻ പറ്റാത്ത എക്സ്പെക്റ്റേഷൻസ് അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരുന്നു. എന്നിട്ട് അത് ചെയ്യുവാൻ പറ്റാതെ വരുമ്പോൾ അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. അപ്പോൾ കോപം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനി നിങ്ങൾ പലരും, എനിക്കറിയാം, മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. കോപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷറിന് വ്യത്യാസം വരുന്നു. അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ എല്ലാം വളരെ വളരെ സ്ട്രെസ്ഫുൾ ആക്കി തീർക്കുന്നു. കോപം എപ്പോഴും കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അനേക അസുഖങ്ങൾക്ക് അത് കാരണമായി തീരുന്നു. അവരുടെ ഹൃദയം എപ്പോഴും അജിറ്റേറ്റഡ് ആണ്. അവരുടെ ഹൃദയത്തിന് യാതൊരു ശാന്തതയുമില്ല. നമ്മൾ മെഡിക്കൽ വേയിൽ നോക്കിയാലും ആത്മീയമായിട്ടുള്ള വേയിൽ നോക്കിയാലും നമ്മൾ ദൈവവചനപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിയാലും ഈ കോപം എന്ന് പറയുന്നത്, അതായത് കണ്ടിന്യൂസ്, വല്ലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിന് നടുക്കുണ്ടാകുന്ന ദേഷ്യമല്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ അജിറ്റേറ്റഡ് ആകുന്നു. ഏത് കാര്യം പറഞ്ഞാലും ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കൊരു ചെറിയ വ്യത്യാസം സംഭവിച്ചാൽ നമ്മൾ ഉടനെ ദേഷ്യപ്പെടുന്നു, വല്ലാതെ ദേഷ്യപ്പെടുന്നു. there is something wrong. Your faith is not in the right place. നമ്മൾ ആ ഫെയ്ത്തിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്ട്രെസ്ഫുൾ ലിവിങ് ഈസ് നോട്ട് ഗുഡ്. അതൊരു ദൈവവൈതലിന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമല്ല. കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരുവൻ്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിന് വലിയ വ്യത്യാസം വരുന്നു. അവൻ്റെ സമാധാനത്തിന് വ്യത്യാസം വരുന്നു. അവനിലുള്ള സന്തോഷം അത് വേറൊരു ലെവലിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ സന്തോഷമില്ലായിരുന്നിടത്ത് അവന് സന്തോഷമുണ്ടാകുന്നു. അവനിപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നു, അവന് പൊറുക്കാൻ പറ്റുന്നു, അവന് കുറച്ചും കൂടെ എൻഡുറൻസ് ലഭിക്കുന്നു, അല്ലെങ്കിൽ ബെയർ ചെയ്യുവാനുള്ള, അത് താങ്ങുവാനുള്ള കപ്പാസിറ്റി ലഭിക്കുന്നു. ഇതൊന്നും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാട്ട് പാടിയത് കൊണ്ടോ
നമ്മൾ കുറച്ച് കൈയിട്ടടിച്ചത് കൊണ്ടോ, നമ്മൾ നല്ല മ്യൂസിക് വായിച്ചത് കൊണ്ടോ, സഭയിലൊരു പ്രകടനം നടത്തിയത് കൊണ്ടോ, നല്ല പ്രസംഗം പ്രസംഗിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അതെല്ലാം വട്ടപൂജ്യമാണ്. ഈ കോപം കാരണം ചില ആൾക്കാർക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്തെന്നൊക്കെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങിയാലും ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അത് ചിലമ്പുന്ന കൈത്താളങ്ങൾ പോലെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഒന്ന് മ്യൂസിക് കേൾപ്പിക്കുന്നു, അത് കഴിയുമ്പോൾ അത് നിൽക്കുന്നു, അങ്ങനെയുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ദൈവം അതിന് വാല്യൂ കൊടുക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം ഇവിടെ തന്നെ പറയുക, പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. നോക്കേ, അവിടെ തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേൾക്കാൻ നമുക്ക് വേഗത വേണം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ക്ലിയറായിട്ട് കേൾക്കണം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കണം. എന്നിട്ട് അടുത്ത പറഞ്ഞേക്കുന്ന പറവാൻ താമസവും. നിങ്ങൾക്കറിയാമോ, കുടുംബജീവിതത്തിലെ ആണെങ്കിലും ഒരു റിലേഷണൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാറ്റർ ആണെങ്കിലും രണ്ട് പേര് തമ്മിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊള്ളട്ടെ, അത് എത്ര നാൾ മുന്നോട്ട് പോകുന്നു, അതിൻ്റെ ജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദ പ്രിൻസിപ്പിൾ ഓഫ് പോസ് ചെയ്യുവാനുള്ള എന്ന് പറഞ്ഞാൽ, കേൾക്കുന്നതിന് അപ്പോഴേ മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ പോകരുത്. ജസ്റ്റ് വെയിറ്റ്, swallow those things in. ഞാൻ ചിലപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുമ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയും, ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പം സംസാരിക്കത്തില്ല. ഐ വിൽ ബി ടോക്കിംഗ് ടു യു ടുമോറോ ഈവനിങ്. നാളെ വൈകിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. പിന്നെ ഞാൻ സീരിയസ് ആയിരിക്കും. പിന്നെ എനിക്ക് കളിയോ ചിരിയോ അല്ലെങ്കിൽ അവരോട് വലിയ ഫ്രണ്ട്ലി വേയിലുള്ള സംസാരങ്ങളൊന്നുമില്ല. എനിക്കറിയാം, ആ 24 മണിക്കൂർ സമയമെന്ന് പറയുന്നത് അവർ തീ തിന്നുന്ന സമയമായിരിക്കും. കാര്യം, ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയത്തില്ല. ഞാൻ വന്നിരുന്ന ശേഷം സിറ്റുവേഷൻസിൻ്റെ അനുസരിച്ച് അവർ തമ്മിലുള്ള വിഷയമാണെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കണം. രണ്ടുപേർക്കും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. അവിടെ ഇരുന്ന് കണ്ടുപിടിക്കണം. ഈ വിഷയം എങ്ങനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ പറയും, കുറഞ്ഞത് 3 മുതൽ 5 വരെ സൊല്യൂഷൻസ് എനിക്ക് തരണം. ആദ്യം രണ്ടുപേരോടും മിണ്ടത്തില്ല, കുറച്ചു നേരം അനങ്ങായിരിക്കും. അവർക്കറിയാം അങ്ങനെ ഇരുന്നാൽ അന്ന് രാത്രി മുഴുവൻ ഇരിക്കേണ്ടി വരുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേരോട് പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങും. അവരുടെ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവർ ചെയ്തത് തെറ്റായിരുന്നു, ഇങ്ങനെയായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെയായിരുന്നു അത് പറയേണ്ടത്. അവരതിൻ്റെ സൊല്യൂഷൻസ് തയ്യാറാക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവരോട് ആ വിഷയങ്ങൾ ചോദിക്കും. അപ്പം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്, അത് ശരിയായിരുന്നോ? അല്ല, അത് ശരിയല്ലായിരുന്നു ഡാഡി. അതേ പക്ഷെ ഞാൻ അതിൻ്റെ ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരുടെ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നീങ്ങും. അപ്പം അതേ പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ട് 2-3 അടിയൊക്കെ അടിച്ചൊരു ബഹളമൊക്കെ വെച്ച് അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ശരിക്കും പറഞ്ഞാൽ അവർക്കും മനസ്സിലാവത്തില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. അവർക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കുവാൻ, ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റത്തില്ല. ഞാനിത് പറഞ്ഞു തന്നത് ഞാൻ ചെയ്യുന്ന രീതികൾ ഇങ്ങനെയാണ് എന്ന് ബോസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുകരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ ഈ പോസ് അല്ലെങ്കിൽ നമ്മളൊന്ന് അല്പനേരത്തേക്കൊന്ന് നിർത്തുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറവാൻ താമസം. ഓക്കെ, ജസ്റ്റ് ബ്രേക്ക്, പുട്ട് എ ബ്രേക്ക്. നമ്മൾ അന്നേരം ചാടിക്കയറി, ചില ആൾക്കാർക്കുണ്ട് അത് അന്നേരം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഉറക്കം വരത്തുള്ളൂ. അങ്ങനെ ഒരു രീതി ആകരുത്. ജസ്റ്റ്
വെയിറ്റ്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പം പല കാര്യങ്ങളും സംഭവിക്കും. ഒന്ന്, നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഞാൻ ഈ ഒരു കാര്യം കേട്ടു, ഞാൻ എങ്ങനെ ഈ കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യണം? വി ക്യാൻ ആസ്ക് വിസ്ഡം. നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ പഠിച്ചിരുന്നു, നിങ്ങൾ ആർക്കെങ്കിലും ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, വിശ്വാസത്തോടെ അവൻ ചോദിക്കട്ടെ. God will give you wisdom to handle that situation. ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് വിസ്ഡം, ദൈവം അതാ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓടി കർത്താവിൻ്റെ അടുത്തോട് ചെല്ലാൻ. പക്ഷെ അതിന് മുന്നേ നമ്മൾ കയറി എന്തെങ്കിലുമൊക്കെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ ദൈവത്തിൻ്റെ നീതി അവിടെ പ്രവർത്തിക്കാതെ പോകും. സഭയിലൊരു കാര്യമാണെന്നിരുന്നോട്ടെ, ഐ പാസ്റ്റർ എ ബിഗ് ചേർച്ച്, പാസ്റ്ററിന് ആളുകൾ കൂടുതലുള്ളപ്പം കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യത്തില്ല. ഞാൻ അവരോട് പറയും, വിൽ ഹാൻഡിൽ ദിസ് തിങ്. നമ്മൾ ഇമോഷണലി ഒരു കാര്യവും തീരുമാനിക്കുന്നില്ല. നമ്മൾ ഈ വിഷയത്തിന് പുറത്ത് നിങ്ങൾ ഇമോഷണലി ഹീറ്റഡ് അപ്പ് ആണ്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദിസ് മാറ്റർ എനിമോർ. വിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് ദെൻ വി വിൽ ടോക്ക്. നമ്മൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. എന്നിട്ട് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, വിട്ടുകളയരുത്, സംസാരിക്കണം. 2-3 ദിവസം കഴിയുമ്പം അതങ്ങ് പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അനങ്ങാതിരിക്കരുത്, നിശ്ചയമായിട്ടും സംസാരിക്കണം. അപ്പം ഇത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പറവാൻ താമസം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കേ. കേൾക്കുന്ന എല്ലാ കാര്യത്തിനും ഉടനെ മറുപടി പറയാതെ ഞാൻ അതിന് ഉത്തരം നാളെ പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. പറയുക എന്ന് പറയുമ്പം നമ്മൾ വാഗൊണ്ട് പറയുന്ന കാര്യം മാത്രമല്ല, സംടൈംസ് വി വിൽ റെസ്പോണ്ട് ഇൻ വേരിയസ് വേയ്സ്. നമ്മുടെ ആങ്കർ നമ്മൾ കാണിക്കും. കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. കോപത്തിന് താമസം, ദാറ്റ് ഷോസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ. നമ്മൾ ഏത് തരത്തിലുള്ള ആളാണ് എന്ന് നമ്മളെ മെഷർ ചെയ്യുന്നത് നമ്മുടെ ഡിഗ്രിയോ നമ്മൾ ചെയ്യുന്ന കരിയറോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലമോ ഒന്നുമല്ല. ഒരു വിഷയം വരുമ്പോൾ എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നൊരു കാര്യം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ വളരെ താമസിച്ച് റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് വാക്കുകൾ അന്നേരം ഉണ്ടാകും, പറയേണ്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയത്തില്ല. കൂടുതലും നമ്മൾ പറയേണ്ടാത്ത കാര്യങ്ങളായിരിക്കും വിളിച്ചു പറയുന്നത്. അപ്പം അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ കോപത്തിന് താമസമുള്ളവരായിരിക്കണം.